ഡിസംബർ 30 സ്പൊളോറ്റോയിലെ വിശുദ്ധ സബിനൂസ്. 3-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ സ്പൊളോറ്റോയിലെ മെത്രാനായിരുന്നു വിശുദ്ധ സബിനൂസ്. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരമായ മതപീഡന കാലത്ത് സബിനൂസ് മെത്രാനും അദ്ദേഹത്തിൻ്റെ ഡീക്കന്മാരായിരുന്ന മർസുല്ലൂസും എക്സ്പെരാൻസിയൂസും രക്തസാക്ഷികളായി. മധ്യ ഇറ്റലിയിലെ സ്പൊളോറ്റയിലാണ് സബിനൂസ് ജനിച്ചത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. ക്രിസ്തുവർഷം 303 സ്പൊളോറ്റോയിലെ മെത്രാനായിരുന്ന ലിബററ്റൂസ് രക്തസാക്ഷിയായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന സബിനൂസ് അടുത്ത മെത്രാനായി. റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചിരുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും ഡയക്ലീഷ്യൻ ചക്രവർത്തി ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ക്രിസ്തീയ ദേവാലയങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും നശിപ്പിക്കപ്പെടുകയും ക്രിസ്ത്യാനികളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ നിന്നും ക്രിസ്തുമതം പൂർണ്ണമായും തുടച്ചു മാറ്റുകയായിരുന്നു ചക്രവർത്തിയുടെ ലക്ഷ്യം. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യ പ്രിസ്കായും മകൾ വലേറിയയും ഉൾപ്പെടെ നിരവധി പ്രമുഖരും മെത്രാന്മാരും കൊല്ലപ്പെട്ടു. സബിനൂസ് മെത്രാൻ തൻ്റെ ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രദേശത്തെ ഗവർണറായിരുന്ന വെനുസ്താനിയൂസ് സബിനൂസ് മെത്രാനെയും അദ്ദേഹത്തിൻ്റെ 2 ഡീക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. മരിച്ചുപോയ ഒരാളെ ആരാധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഗവർണർ സബിനൂസ് മെത്രാനെ പരിഹസിച്ചു. ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മെത്രാൻ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. ജൂപ്പിറ്റർ ദേവൻ്റെ ഒരു പ്രതിമ അവരുടെ മുമ്പിൽ വെച്ചിട്ട് അതിനെ ആരാധിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു. എന്നാൽ സബിനൂസ് ആ പ്രതിമയെടുത്ത് നിലത്തെറിഞ്ഞ് തകർത്ത് കളഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 2 കരങ്ങളും ഛേദിക്കപ്പെട്ടു. ഭയപ്പെട്ടുപോയ ഡീക്കന്മാരെ സബിനൂസ് മെത്രാൻ ശക്തിപ്പെടുത്തുകയും ധീര രക്തസാക്ഷികളാകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. മെത്രാൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഡീക്കന്മാരെ പീഡനയന്ത്രത്തിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു. കൈകൾ മുറിച്ചു മാറ്റപ്പെട്ട സബിനൂസ് മെത്രാനെ തടവറയിലടച്ചു. സെറീന എന്ന ക്രിസ്ത്യൻ വിധവയാണ് തടവറയിൽ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തത്. സെറീന തൻ്റെ അന്ധനായ ഒരു ബന്ധുവിനെ സബിനൂസിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇത് കണ്ട തടവറയിലെ നിരവധി തടവുകാർ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി. ഇതേക്കുറിച്ച് കേട്ട ഗവർണർ വെനുസ്താനിയൂസ് സബിനൂസ് മെത്രാനെ വിളിച്ചു വരുത്തുകയും തൻ്റെയും ഭാര്യയുടെയും രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഗവർണറും കുടുംബം മുഴുവനും ക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ചാൽ സൗഖ്യം ലഭിക്കുമെന്ന് മെത്രാൻ പറഞ്ഞു. അതിന് സമ്മതം നൽകിയ അവർ സൗഖ്യം പ്രാപിച്ചു. തുടർന്ന് ഗവർണർ സബിനൂസ് മെത്രാന് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിരുന്നു. ഇതേക്കുറിച്ച് കേട്ട ചക്രവർത്തി ലൂസിയൂസ് എന്ന ഉദ്യോഗസ്ഥനെ തൻ്റെ പ്രതിനിധിയായി അയച്ച് സബിനൂസിനെയും വെനുസ്താനിയൂസിനെയും അറസ്റ്റ് ചെയ്തു. തുടർന്ന് സബിനൂസ് മെത്രാനൊപ്പം വെനുസ്താനിയൂസും കുടുംബം മുഴുവനും സ്പൊളോറ്റോയിൽ വെച്ച് രക്തസാക്ഷികളായി. ക്രിസ്തുവർഷം 304 ആയിരുന്നു അവരുടെ രക്തസാക്ഷിത്വം. ഈ രക്തസാക്ഷികളുടെ എല്ലാം തിരുനാൾ ഡിസംബർ 30 ആഘോഷിക്കുന്നു.